In Love With, written by Shanu, Part 43. Voice and editor Jumana Asim Mayil. ട്രെയിൻ വന്ന് നിന്നതും ടീംസ് അതിൽ കയറിയിരുന്നു. മേലെ ഗ്ലാസിൻ്റെ റൂഫായിട്ട് വിൻഡോസൊക്കെ ഓപ്പൺ ആയിട്ടുള്ള ഒരു 20-30 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റീം ട്രെയിനായിരുന്നു അത്. ഇനുവും മറിയവും പരസ്പരം ഓപ്പണായിട്ട് മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ പറ്റുന്ന 2 സീറ്റിൻ്റെ വിൻഡോ സൈഡിൽ പോയിരുന്നു. മറിയൻ്റെ അടുത്ത് ജേഡിയും ഇനുവിൻ്റെ അടുത്ത് കാലവും വന്നിരുന്നു. അവരുടെ നേരെ സൈഡിലുള്ള സീറ്റിൽ അബിയും മിമിയും, അവർക്ക് മുന്നിൽ അഫിയും മിജുവും ഇരുന്നു. കഴിക്കാനുള്ള പല ഐറ്റംസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കയറിയതും ട്രെയിൻ മൂവ് ചെയ്തു തുടങ്ങി. ഓപ്പൺ വിൻഡോ ആയതുകൊണ്ട് കാഴ്ചകളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനുണ്ടായിരുന്നു. കുറച്ച് ട്രെയിൻ മൂവായതും ബ്രെയിൻസിൻ്റെ ഉള്ളോട്ടുള്ള ഗ്രാമങ്ങളും വീടുകളും ഒക്കെ കണ്ടു. ടീംസൊക്കെ അതെല്ലാം ആസ്വദിച്ച് കാണായിരുന്നു. കുറച്ചുകൂടി പോകുന്നതും വലിയ മലനിരകൾ മാത്രമായി. അതിൻ്റെയൊക്കെ സൈഡിൽ ചിലയിടത്ത് ആറ്റിൻപറ്റങ്ങൾ മേഞ്ഞു നടക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ വടിയുമായിട്ട് പിന്നാലെയും. ഇനുവും മറിയവും അവർക്ക് ടാറ്റ കൊടുത്തു. ഡി, നിക്ക് പീറ്ററിന് ഓർമ്മ വരുന്നു. ഇനു, ആടിയെ ലില്ലി ഉയർ. മറിയോ അത് കേട്ട് ജേഡിയും ദിനുവും പരസ്പരം നോക്കി ചിരിച്ച് കാഴ്ചകൾ കാണാൻ തുടങ്ങി. അഫി വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. അബിയുമുണ്ട്. ഇജുവും എമ്മിയും പുറത്തോട്ട് നോക്കിയിരിക്കുക. വലിയൊരു മലയുടെ ഇടയിലെത്തി. പിന്നെ ട്രെയിൻ മേലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അതിനനുസരിച്ച് എല്ലാവരും പിടിച്ചിരുന്നു. തണുത്ത കാറ്റ് അവരെ തഴുകിപ്പോയി. രാവിലെ ആയതുകൊണ്ട് ചെറിയ മൂടൽ മഞ്ഞുണ്ടായിരുന്നു. മേഘങ്ങളെ പോലെ മഞ്ഞൊഴുകി നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കൂടെ ചെറിയ തണുത്ത കാറ്റും. പച്ച പുതപ്പിച്ച പോലെയുള്ള മലനിരകൾ മാത്രമേ ചുറ്റും ഉണ്ടായിരുന്നുള്ളൂ. സൈഡിൽ നോക്കിയാൽ താഴെ നീലക്കളറിൽ ഒഴുകുന്ന ബ്രെയിൻസിലാക്കും. മുകളിലോട്ട് പോകുന്തോറും ആ മലനിരകളുടെ ഭംഗി കൂടി വന്ന് പല നിറത്തിലുള്ള പൂവുകളും മറ്റുകൊണ്ട് വളരെ മനോഹരമായിരുന്നു. നമ്മുടെ ടീംസ് എല്ലാതും കണ്ണിമ വെട്ടാതെ കണ്ടുകൊണ്ടിരിക്കണം. അവസാനം ആ മലനിരയുടെ മുകളിൽ എത്തിയതും ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയതും വേറൊരു ട്രെയിൻ ആളുകളെ കൂട്ടി തിരിച്ച് താഴേക്ക് പോയി. ഇവിടെ നിന്ന് ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട്. കുറച്ചുകൂടി മുകളിലേക്ക് നടക്കാം. എന്നിട്ട് താഴെ ബ്രെയിൻസിന്റെ ബ്യൂട്ടി കാണാൻ നല്ല ലുക്കാണ്. ഇനി അഥവാ നടക്കേണ്ടെന്നുള്ളവർക്ക് ഇവിടെ ഒന്ന് കറങ്ങി തിരിച്ചു പോവാം. ദിനോ, ഞാൻ മേലേക്കുണ്ട്. ഇവിടെ വരെ വന്നിട്ട് അതോടി കണ്ടില്ലേ, പിന്നെ എന്തിനു കൊള്ളാം. ഇജു, യെസ്, നമുക്ക് പോയാലോ. ജെഡി, വാ പോവാം. എമി, നിങ്ങളെ തീരുമാനം എന്താ. ദിനോ. അത് കേൾക്കേണ്ട താമസം അഫിയും അബിയും ദിനുവിന്റെ കയ്യിൽ തൂങ്ങി. അവൻ ചിരിച്ചുകൊണ്ട് അവരെ കയ്യും പിടിച്ച് നടന്നു. മേലേക്ക് അതും നടന്നിട്ട്. മറിയോ, രസായിരിക്കോ. ഇനു, പക്ഷെ കാല് കടയൂലേ. മറിയോ, അതും ശരിയാണ്, വല്ല ഇഴജന്തുക്കളുണ്ടേ. ഇനു, ഓ മൈ ഗോഡ്, ഹണിമൂണിന് വന്നിട്ട് പാമ്പ് കുത്തി മരിക്കണതിന്റെ ഗതികേട്. അയ്യോ. മറിയോ, അഥവാ നമ്മൾ അതിന്റെ മുകളിൽ കയറിയിട്ട് കാല് തെറ്റി അങ്ങനെ താഴേക്ക് വീണാൽ പൊടി പോലും കിട്ടോ. ഇനു, അടക്കം ചെയ്യാൻ ഒരു മുടിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. മറിയോ, എന്നാ പിന്നെ പോണ്ടാലേ. ഇനു, പോണ്ട, ഇവിടെ ഇരിക്കാം. ചിപ്സിന്റെ പാക്കറ്റൊക്കെ എൻ്റെ ബാഗിലുണ്ട്. അതും തിന്ന് വരുന്ന സായിപ്പന്മാരെ വായി നോക്കിയിരിക്കാം. വാ. മറിയോ, ഓക്കെ, സെറ്റ്. ഇനു. രണ്ടും കൂടി ഒരു തീരുമാനത്തിലെത്തിയിട്ട് അവരോട് ഇല്ലാന്ന് പറയാൻ തലപൊക്കി നോക്കിയതും അവര് പോയിട്ട് അവര് പൊടി പോലും ഇല്ല. ഒക്കെ എവിടെ പോയി. മറിയോ, ദോണ്ടേ പോണ്. അതേ, നീക്ക്, ഞങ്ങളുമുണ്ട്. അതും പറഞ്ഞ് കുറച്ച് നടന്ന് അവരെ അടുത്തേക്ക് ഓടി. മറിയുവാണെങ്കിൽ വായം പൊളിച്ചാണ് നോക്കി നിൽക്കാം. അപ്പൊ സായിപ്പ് ഒലക്ക. മറിയവും പിന്നാലെ പോയി. ഇനി ഓടിച്ചെന്ന് ഇജുന്റെ കയ്യും പിടിച്ച് നടക്കാൻ തുടങ്ങി. മറിയ വന്നിട്ട് ജേഡിയുടെയും. എമി ഒറ്റയ്ക്ക് നടക്കുന്നത് കണ്ടിട്ട് അഫി വന്നിട്ട് എമ്മിയുടെ കയ്യിൽ പിടിച്ചു. എമ്മി ചിരിച്ചുകൊണ്ട് അവളെ തലയിൽ തലോടി. എന്തേ, വൻ ചർച്ചയായിരുന്നല്ലോ. ഇജു. എങ്ങനെ വായി നോക്കുമെന്നായിരിക്കും. ജേഡി. അതൊന്നല്ല, ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിന്റെ മനോഹരതയെ കുറിച്ച് സംസാരിക്കായിരുന്നു, അല്ലേ മറിയോ. അതെ. അടുത്തൂടെ പോയ ഒരു ചെറുപ്പക്കാരനെ നൊഴിഞ്ഞു നോക്കിക്കൊണ്ട് അവള് പറഞ്ഞതും ജേഡി അവളെ തലമണ്ടക്കിട്ടൊന്ന് കൊടുത്ത്. അവളെ മുഖം ചുളിക്ക് തല ഒഴിഞ്ഞുകൊണ്ട് ഓന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്ത്. സ്റ്റിൽ ഐ ലവ് യു. അത് കേട്ടതും ജേഡി ചിരിച്ചുകൊണ്ട് നടന്നു. എമിയും അഫിയും സംസാരത്തിലാണ്. പണ്ട് കാലത്ത് ഇതൊന്നും ഇങ്ങനെയല്ലായിരുന്നു. എമി. പിന്നെ എങ്ങനെയായിരുന്നു. അഫി. അതെനിക്കും അറിഞ്ഞൂടാ. ഇവിടുത്തെ വല്ല നാട്ടാരെയും കാണുമ്പോൾ ചോദിക്കാം. എമി.
ബെസ്റ്റ് അഫി. ഇജു മിനുവും വൻ തല്ലിലാണ്. ഇനി ഇജുവിനൊന്ന് തള്ളും, ഇജു അവളെ തിരിച്ചും. ലാസ്റ്റ് കളി കാര്യായി. രണ്ടും കൂടി അവിടെ ഇരുന്ന് തല്ലുണ്ടാക്കാൻ തുടങ്ങി. ലാസ്റ്റ് പേര് മാറ്റി. ജേഡി ഇനുവിൻ്റെ കൂടെയും മറിയ ഇജുവിൻ്റെ കൂടെയും നടന്നു. കാലുവും അവിയും അവരെക്കാൾ മുകളിലാണ്. രണ്ടാളും സൈലന്റ് ആയതുകൊണ്ട് മിണ്ടാതെ കാഴ്ചകൾ ആസ്വദിച്ച് നടക്കാണ്. അവൻ ഏറ്റവും മുകളിലെത്തിയതും വല്ലാതെ തണുപ്പ് കൂടി. ദീനു അബീനെ ചേർത്ത് പിടിച്ച് നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ മറിയവും മിനുവും അഫിയും ഓടി വരുന്നുണ്ട്. അവര് മൂന്നും ഓടിയതും ഇജുവും ജേഡിയും എമ്മിയും കണ്ണുകൊണ്ട് ആക്ഷൻ കാട്ടി നമ്മളെ പെൺപടകളെ വെട്ടിച്ച് ഒറ്റ ഓട്ടമായിരുന്നു. അങ്ങനെ ഓടി ഓടി അവരും ദിനുവിൻ്റെ ഒക്കെ അടുത്തെത്തി. എല്ലാവരും നിരന്നു നിന്നതും പതിയെ സൂര്യപ്രകാശം അടിച്ചതും മൂടൽമഞ്ഞ് മാറി വന്ന് അതിനനുസരിച്ച് ലാക്ക് ബ്രിൻസ് വ്യക്തമായി തെളിഞ്ഞു വന്ന്. ആ മലയുടെ മുകളിൽ നിന്ന് ബ്രിൻസ് വില്ലേജിന്റെ ഭംഗി അതിമനോഹരമായിരുന്നു. ഒരുപക്ഷെ വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറം. ഒരുപാട് ആളുകൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഇനു അവളെ അടുത്ത് നിൽക്കുന്ന ദിനുവിനോട് ചേർന്ന് നിന്നതും അവരവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നെറ്റിയുടെ സൈഡിൽ ഉമ്മ വെച്ച് പാതിയെ ചേർത്ത് പിടിച്ച് ആ ഭംഗി ആവോളം ആസ്വദിച്ചു. കുറെ നേരം അവിടെയൊക്കെ ചുറ്റിയടിച്ച് ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചുള്ള ട്രെയിനിൽ അവര് തിരിച്ചു പോന്നു. വരുന്ന വഴിക്ക് ബ്രെയിൻസ് ലാക്കിന്റെ പാലത്തിലേക്ക് പോയി. അവിടെയും കറങ്ങിയടിച്ച് അവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ട് രാത്രി ഒരുപാട് വൈകിയാണ് അവര് വീട്ടിലേക്ക് എത്തിയത്. എല്ലാവരും കയറി വന്നതും ഒക്കെ നേരെ റൂമിലേക്ക് ഓടാൻ നിന്നതും പുറത്തു പോയി വന്നതാണ്, കുടിച്ചിട്ട് കിടന്നാൽ മതി, പിന്നെ നാളെ റെസ്റ്റ്, മറ്റന്നാൾ നമുക്ക് ഹൈദി വില്ലേജിലേക്ക് പോവാം. ദിനു ഒക്കെ തലയാട്ടി പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ബെഡിലേക്കൊറ്റ വീഴ്ചയായിരുന്നു. താ ഇച്ചായ, ഞാൻ എത്ര നേരമായി പിന്നാലെ നടക്കുന്ന മറിയോ, നീ മിണ്ടാതെ കയറി കിടക്കാൻ നോക്കി വച്ചേ. പറ്റൂല, എനിക്ക് ഉമ്മ വേണം. ഈ കുരിശിനെ കൊണ്ട് വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ഒരു ഉമ്മ തരോ ചോദിച്ചുള്ള പിന്നാലെ നടത്താം. ജേഡി ചിരിച്ചുകൊണ്ട് അവളെ അടുത്തോട്ട് ചെന്ന് അവളെ തലപിടിച്ച് നെറ്റിയിൽ അമർത്തി ഉമ്മ വെച്ചു. അയ്യേ, ഇവിടെ വേണേൽ ഞാൻ അയിനോട് പോയി ചോദിക്കൂലേ, ലെവള് നിക്ക് തരൂ, എനിക്ക് വേണ്ടത് ഇവിടെയാ. ചുണ്ട് തൊട്ട് കാണിച്ചുകൊണ്ട് അവള് നാണം അഭിനയിച്ച് പറഞ്ഞതും ജേഡി അരയിൽ കൈകുത്തി നിന്ന് അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ഇപ്പൊ ഈ ഉമ്മയും ചോദിച്ച് വരാനുള്ള കാരണം എന്താണവോ? അടിയനെ ബോധിപ്പിച്ചാലും ജേഡി. സ്വന്തം കെട്ടിയവനോട് ഒരു ഉമ്മ ചോദിക്കാനുള്ള അധികാരം പോലും ഇല്ലയോ കർത്താവേ നിന്റെ ഈ കുഞ്ഞാടിന്? ജേഡി ചിരിച്ചുകൊണ്ട് അവളെ കവിളിരണ്ട് പിടിച്ച് വലിച്ചു. ടവൽ സ്റ്റാൻഡിൽ വിരിച്ച് ബെഡിൽ വന്നിരുന്നതും അപ്പൊ നിങ്ങൾക്കൊരു ഉമ്മ തരാൻ വയ്യ അല്ലേ? മറിയൂ. ജേഡി അവളെ ഒന്ന് നോക്കി കടിച്ചു പിടിച്ചുകൊണ്ട് കേൾക്കാത്ത പോലെ ഇരുന്ന്. ആയിക്കോട്ടെ, ഒരുമ്മക്ക് വരെ ഇത്ര ദാരിദ്ര്യമാണെന്ന് അറിഞ്ഞില്ല, ഞാൻ പുറത്തു പോയി വല്ലവരോടും ചോദിച്ചോണ്ട്. മറിയൂ. അതും പറഞ്ഞ് ഓള് ഡോറ് തുറക്കാൻ പോയപ്പോ ജേഡി പാഞ്ഞസിന് ഓളെ പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. എന്നെ വിടടോ, എനിക്കിനി തന്റെ ദാരിദ്ര്യം പിടിച്ച ഉമ്മ വേണ്ട. നന്നാവാൻ സമ്മതിക്കില്ലല്ലേ? ഒന്നാമത് തണുപ്പ്, സ്വിറ്റ്സർലാൻഡ്, എല്ലാം കൂടി മനുഷ്യൻ കൺട്രോൾ ചെയ്ത് നടക്കാം. അപ്പൊ നിനക്ക് പണി മേടിച്ച് കിടക്കുമെന്നാണ്. ആയിക്കോട്ടെ. അതും പറഞ്ഞ് ജേഡി മീശയും വിരിച്ച് അവളെ നോക്കി കള്ളച്ചിരി ചിരിച്ചതും ലവള് വായും പൊളിച്ച് എന്താ സംഭവം എന്ന് ആലോചിച്ചിരിക്ക. ദേ, അവസാനായിട്ട് ചോദിക്ക, നിനക്ക് വേണോ? വേണം. ഒരുമ്മയിൽ നിർത്തിയില്ലെങ്കിലേ പിന്നെ എന്നൊന്നും പറഞ്ഞേക്കരുത്. എന്നാ അത് പറയലും ജേഡി അവളെ ചുണ്ടുകളെ സ്വന്തമാക്കിയതും ഒരുമിച്ചായിരുന്നു. ഇനി കാര്യമായ പെയിന്റിങ്ങിലാണ്. ഇന്ന് കണ്ട മലനിരകളും ട്രെയിനും എല്ലാതും അവള് വരച്ചു തീർത്തു. വരച്ചു കഴിഞ്ഞ് അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ദിനു അവളെ അടുത്തു വന്ന് നിന്നത്. അവളെ തലചിരിച്ച് അവനെ നോക്കിയപ്പോ അവൻ അവളെ നോക്കി ചിരിച്ചു. ക്ഷീണം കാണും, വന്ന് കിടന്നു. ദിനു പെയിന്റ്സ് ഒക്കെ എടുത്തു വെച്ച് അവളെ ബെഡിലേക്ക് വന്ന് കിടന്നതും അവളെ തൊട്ടടുത്ത് ദിനുവും വന്ന് കിടന്ന് അവളെ ചേർത്ത് പിടിച്ചു. ഞാൻ കാരണം അവര് വന്നേ. ദേഷ്യായോ എന്നോട്? ഇനു. എന്തിന്? ദിനു. അല്ല, അവരെ കണ്ടപ്പോ നിങ്ങള് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും കാണിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങക്ക് ഒരു വന്നതെങ്ങാനും ഇഷ്ടായില്ല എന്നാ. എന്തിനാ ചിരിക്കുന്നേ? ഇനു. പെട്ടെന്ന് 6 പേർക്കുള്ള സ്വിറ്റ്സർലാൻഡ് ടിക്കറ്റ് അങ്ങ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ദിനു. അത് കേട്ടതും ഇനു ഞെട്ടിണീറ്റി
ഇരുന്ന് ദിനുവിനെ നോക്കി. അപ്പോ അവരെ ഇങ്ങോട്ടുള്ള വരവ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. നീയൊരു നിമിത്തമായെന്ന് മാത്രം. എന്നിട്ടാണോ ആ ഇബ്ലീസുകളെ തല്ല് മുഴുവൻ ഞാൻ കൊണ്ടേ? തല്ലോ? അല്ല, ഞാൻ കാക്കുനേറ്റ് തല്ലുകൂടിയത്. ഇനി മിണ്ടാതെ കിടന്നു. ദിനുവും കണ്ണടച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ എമീക്കയും മിജുവും ദിനുവും കിച്ചണിൽ നല്ല പണിയില്ല. ഫുഡ് അവരെ വകയാണ്. ഇനുവും അബിയും അഫിയും പ്ലേറ്റൊക്കെ തുറച്ച് വെക്കുന്നുണ്ട്. മറിയുവിനെ കാണാനില്ലല്ലോ. അഫി തെണ്ടി നല്ല ഉറക്കാവും. ഇനു ആ സമയത്താണ് ഇച്ചായം വന്നത്. ഇച്ചായനെ കണ്ടതും അഫിയും ഇനുവും താടിക്കും കൈ കൊടുത്ത് നോക്കി നിന്ന്. കുളിച്ചിറങ്ങിയ ലുക്കാണ്. മുടിയിൽ വിരൽ കൊണ്ട് ഒതുക്കി വരുന്ന ഇച്ചായനെ കാണാൻ മാസ് ലുക്കായിരുന്നു. ഈ ജേഡി മരണ മാസ് ലുക്കാണല്ലോ. ശേഷേ എന്താ ഞാനിങ്ങനെ? ഇനു ആന്ന് സ്വന്തം കൂട്ടുകാരുടെ കെട്ടിയവനെ വായി നോക്കാൻ നാണമാവുന്നില്ലേ ബാബി ഇങ്ങക്ക്? അഫി ഓ പറയുന്ന ആള് വാ തുറന്ന് വെച്ചായിരുന്നു നോക്കിയിരുന്നേ. അബി അങ്ങനെ പറഞ്ഞു കൊടുക്കുമുത്തേ. ഇനു ഐശ്വര്യ ഇപ്പൊ ഇങ്ങളൊന്നായ? അഫി ഞങ്ങൾ എല്ലാലും ഒന്നാണ് അല്ലേ ബാബിയെ? അബി അല്ല പിന്നെ നാത്തുൻ സുയർ. അതും പറഞ്ഞ് അബിയും ഇനുവും തോളോട് കൈയിട്ട് നിന്നതും അഫി രണ്ടിനെയും മിക്കിളിയാക്കി ഇടയിൽ കയറി. അപ്പോഴേക്കും ജേഡി അവരുടെ അടുത്തെത്തി. ഗുഡ് മോർണിംഗ് നാത്തോൻസ്. ജേഡി ഗുഡ് മോർണിംഗ് ഇച്ചായ. ഇനു അഫി അബി. മറിയാം എവിടെ? ഇനു. അത് കേട്ടതും ജേഡി ഒന്ന് ചിരിച്ച് താടി ഒഴിഞ്ഞ റൂമിലേക്ക് ചൂണ്ടിയിട്ട് പോയി. അങ്ങേരെന്തിനാ ഒരുമാതിരി എഴുതിയിരിക്കുന്നേ? അബി എന്തോ ഉണ്ട്, വാ. മൂന്നും കൂടി റൂമിലേക്ക് ഓടിച്ചെന്നപ്പോ ഒരുത്തി ബെഡിൽ മലർന്ന് കിടക്കുന്നുണ്ട്. അഫി ഡോറടച്ച് കുറ്റിയിട്ട് അകത്തേക്ക് വന്ന് ഇനുവും അബിയും അവളെ എടുത്തിരുന്ന്. അഫി കാര്യമായ നിരീക്ഷണത്തിലാണ്. എക്സ്പീരിയൻസ്. എന്നാടി നീ ഇങ്ങനെ കിടക്കുന്നേ? ഇനു എന്തു പറ്റും അറിയാമോ? അബി അപ്പം അറിയാമോ എണീറ്റിരുന്ന്. എന്നിട്ട് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് ചുണ്ടു സുളുക്കി. കാര്യം പറയട് പുല്ലേ. ഇനു ഞാനില്ലേ ഇന്നലെയില്ലേ അതില്ലേ ഇജ്ജുണ്ട് ഇന്നലെയുണ്ട് അതുമുണ്ട്. ഇനി പറ. അഫി ഷോ നിക്ക് നാണാവുന്നോ? പറയടി കോപ്പേ. ഇനു അതോടെ മറിയു ഇന്നലത്തെ കാര്യങ്ങളൊക്കെ വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും ഒക്കെ കൂടെ ഹലാക്കിലെ ചിരിയായിരുന്നു. ചിരിയെന്ന് വെച്ചാ കൊലച്ചിരി. ഞാനൊരു ഉമ്മയും ചോദിച്ചുള്ളൂ, അതിനാണ്. മറിയോ ഇതിനാണ് ചോദിച്ചു വാങ്ങ എന്ന് മലയാളത്തിൽ പറയുന്നത്. സാരല്ല, പോട്ട്. അഫി ഷേ എന്നാലും എന്റെ പ്രതികാരം എന്തൊക്കെയായിരുന്നു. ഉമ്മ ചോദിക്കുന്നു, ഉമ്മ വെക്കാൻ വരുന്നു, അപ്പൊ ഞാൻ മുങ്ങുന്നു, അങ്ങേരെ ശശിയാക്കുന്നു. എന്നിട്ട് ശശിയായത് നീയും. അബി അങ്ങനെയൊന്നുമില്ല, എന്നാലും നിനക്ക് പ്രതികാരം ചെയ്യണോ? മറിയോ എന്തിന്? അബി ഭ്രാന്ത്. അഫി നീ പോടെ, എനിക്ക് എന്റെ പ്രതികാരം നടപ്പിലാക്കാൻ പറ്റിയില്ല. അങ്ങേരെ എന്നെ പിന്നാലെ നടത്തിച്ചതിനുള്ള പ്രതികാരമൊക്കെ എനിക്ക് എണ്ണി ചോദിക്കാനുള്ളത്. മോൾ എണ്ണി പ്രതികാരം നടത്താൻ പോയാലേ എല്ലേ വേണ്ട, ഞാൻ പറഞ്ഞാ ശരിയാവില്ല. അഫി ഈ കോപ്പെന്തൊന്നും മിണ്ടാത്തെ? മറിയു താഴേക്ക് നോക്കിയിരിക്കുന്ന ഇനുവിനെ നോക്കി ചോദിച്ചതും ഇനു ഒന്നുമില്ല പറഞ്ഞ് ഇളിച്ചു കൊടുത്തിട്ട് മറിയോനെ ടാക്കാൻ തുടങ്ങി. ലാസ്റ്റ് മറിയു ഭദ്രകാളിയായി ഉറഞ്ഞു തുള്ളി താഴേക്ക് പോയി. പകുതിക്ക് വെച്ച് ദിനുവിനെ കണ്ടതും നല്ല കുട്ടിയായി ഒതുങ്ങിയിരുന്നു. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും ഓരോ വർത്താനം പറഞ്ഞിരുന്ന് ബാക്കിലെ ലാക്കിന്റെ അടുത്ത് പോയിരുന്ന്. രാത്രി എല്ലാവരും കൂടി ടെന്റ് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റാക്കാൻ തുടങ്ങി. എല്ലാതും സെറ്റാക്കി വട്ടം കൂടി ഇരുന്നപ്പോ അന്ന് ദിനു പറയാതെ പോയ ഒന്നില്ലേ സങ്കല്പം റിയാലിറ്റിയും അതിന്ന് പറ. ഇപ്പൊ എല്ലാവരും ഉണ്ട്, നല്ല മൂടും. പറ എമി. അത് കേട്ട എല്ലാരും ദിനുവിനെ നോക്കി. ദിനു ഫയറിലേക്ക് തന്നെ നോക്കിയിരിക്കായിരുന്നു, ചുണ്ടിലൊരു പുഞ്ചിരിയും വെച്ച്. എല്ലാവരും ദിനുവിനെ നോക്കിയതും അവന്റെ ചുണ്ടിലൊരു ചിരിയുമായി അവൻ തീയിലേക്ക് നോക്കിയിരിക്കായിരുന്നു. അങ്ങനെ സങ്കല്പം മാത്രമല്ല, ഇന്ന് നിന്റെ ഡേ ആണ്. നിനക്ക് തോന്നുന്നത് എന്തും തുറന്നു പറയാം ഇച്ചു. അപ്പോഴും അവൻ അതേ ചിരിയുമായി അവരെ നോക്കി നിൽക്കാം. എടിയെ എന്റെ കാലിന്റെ സ്മെയില് പൊളിയാടിയെ, എന്നാ ലുക്ക. മറിയോ ഇനുവിന്റെ ചെവിയിൽ പറഞ്ഞതും ഇനു അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. ലെവളെ ഇളിച്ചു കൊടുത്ത്. ഇച്ചായനും പൊളിയാണ്. ഇന്ന് രാവിലെ ഞാൻ മഫിയും കുറെ വായി നോക്കി. ഇനു
ഹാ മറിയോ. മറിയോന്റെ ആട്ടിലേട്ടതും എല്ലാവരും മോളെ നോക്കി. കാലു നെറ്റിച്ചുള്ളിച്ചവളെ നോക്കിയതും കുട്ടി ഒതുങ്ങിയിരുന്ന. ഇനി നോക്കിയ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. മറിയോ, ആഹാ നിനക്ക് നോക്കാലേ പ്ലീസേ. ഇനി എങ്ങാനും നീ എന്റെ നിരൂക്കാനെ നോക്കിയാൽ കൊന്നിടുവേ. ഇനു സെറ്റ്, ഞാൻ നോക്കൂല. ഡീൽ? ഡീൽ, ഞാനും നോക്കൂല. അങ്ങനെ രണ്ടാളും സെറ്റായതും എല്ലാവരും ദിനുവിനെ നോക്കി. ഇജൊരു കംഫർട്ടർ എടുത്ത് പുതച്ചതും ഇനു അതിൻ്റെ ഉള്ളിൽ കയറിക്കൂടി. ഇറങ്ങിപ്പോടി. ഇജു, ഞാൻ പോവൂല. ഇനു ഓളെ നിഷ്കുമുഖം കണ്ടതും ഇജു പിന്നെയൊന്നും പറയാതെ ഓളെ ചേർത്ത് പിടിച്ചിരുന്ന്. അബിയും എമ്മിയും ഒന്നിലും മറിയവും ജെഡിയും ഒന്നിലും അഫിയും ദിനവും ഒന്നിലും ഇരുന്ന്. ആ തുടങ്ങിക്കോ ജെഡി. അപ്പോൾ ദിനു ഒന്ന് ശ്വാസം വലിച്ചു വിട്ടോ. നോർമലി എനിക്ക് ഈ മനസ്സ് തുറക്കുന്ന പരിപാടി അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ഉള്ളിലെ കാര്യങ്ങളല്ലേ വിഷമങ്ങൾ നമുക്കൊരുപാട് ഹേർട്ട് ചെയ്ത കാര്യങ്ങളാവും. അത് അതേ സെൻസിൽ കേൾക്കുന്നവർ എടുക്കണമെന്നില്ല. ഒരുപക്ഷെ ഈ കേൾക്കുന്നവർക്ക് അത് തമാശയാവും. എല്ലാം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി ചുമ്മാ തലയാട്ടിയിരിക്കും. ഉള്ളിൽ വേറെ ഒന്നും. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാവരെയും
ദിനൊന്ന് പുഞ്ചിരി തൂക്കി അവളെ കവിളിൽ ഉമ്മ വെച്ച്. പിറ്റേന്ന് രാവിലെ ദിനു നേരത്തെ എണീറ്റ് ജോഗിങ്ങിന് പോയി. ആ സമയത്ത് ദിനു ഇറങ്ങി വന്നിട്ട് ഇന്നലത്തെ സംഭവം വെച്ച് ആരും ഡെസ്പായോ സിമ്പത്തറ്റിക്കായിട്ടോ ദിനുവിനോട് പെരുമാറതെന്ന് പറഞ്ഞു. എല്ലാവരും അത് ശരിവെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. എല്ലാവരും നല്ല ഹാപ്പി മൂടി ഹാളിൽ അവനെ വരവേൽക്കാൻ നിന്നതും ദിനു കയറി വന്നു. ഹാളിൽ നിരന്ന് നിൽക്കുന്ന അവരെ കണ്ടതും ചെവിയിൽ നിന്ന് ഏർപ്പാടെടുത്ത് മാറ്റിയിട്ട് അവൻ അവരെ നടുമുടി നോക്കി. വാട്ട്? ദിനു ഗുഡ് മോർണിംഗ്. എല്ലാവരും ഗുഡ് മോർണിംഗ്. ദിനു കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഫുഡ് ഉണ്ടാക്കി ഒക്കെ ചെയ്തോ? ഓഫി സോ വാട്ട്? ദിനു എല്ലാ കാക്ക് ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? അബി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, നിങ്ങൾ കഴിച്ചോ? ദിനു എല്ലാ നമുക്ക് ഒരുമിച്ച് കഴിക്കാലോ? എമി ഓക്കെ ഫൈൻ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ദിനു ഓക്കെ, ടവൽ വല്ലതും വേണോ? ഇസു അപ്പോൾ ദിനു അവനൊന്ന് നോക്കി, എന്നിട്ട് മേലേക്ക് കയറിപ്പോയി. അവനോട് സോഫ്റ്റ് ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റണില്ല ട്ടാ. ഇജു സത്യം, അങ്ങനെ നമ്മളെ നോക്കിയപ്പോൾ തന്നെ ഞാൻ ജേഡിയുടെ ബാക്കിലേക്ക് നിന്നു. നിന്നെ സമ്മതിച്ച മോളേനു. അങ്ങനെ ഈ മൂഡ് ചേഞ്ച് അനക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇനു ഇതൊക്കെ എന്തെന്ന് പറഞ്ഞു നിന്ന ദിനു ഫ്രഷായി വന്നതും എല്ലാവരും ടേബിളിൽ കയറിയിരുന്നു. ടേബിൾ മൊത്തം സൈലന്റ് ആയിരുന്നു. എനിക്ക് പറ്റണില്ല ട്ടോ. മറിയോൺ ഇനോസ് ചെവി. എന്താ ഈ മിണ്ടാതെ എന്ന് കഴിക്കണത്? എന്റെ വാ അടങ്ങിയിരിക്കണില്ല. മറിയോ കാലുവിനോട് പറയണോ എനിക്ക് മിണ്ടണമെന്നുള്ളത്? ഇനു മാണ്ട, ഞാൻ അടുക്കളയിൽ പോയി തിന്നോണ്ട്. എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു കാലു. എനിക്കങ്ങനെ പേടിയൊന്നുമില്ലട്ടാ. അവള് പ്ലേറ്റ് എടുത്ത് പോയതും ഇനു പാപ്പത്തി ചിരിച്ചു. ഫുഡ് അടി കഴിഞ്ഞതും നിങ്ങൾക്ക് ഹൈദിയുടെ വില്ലേജിൽ പോവണ്ടേ? ദിനു ലില്ലിയുടെ നാട്ടിലേക്കോ? മറിയു ചാടി ചോദിച്ചതും ദിനു അവളെ നോക്കിയൊന്ന് ചിരിച്ച് തലയാട്ടി. പോണം പോണം, എപ്പോഴാ പോവാ? ഇനു റെഡി ആയിട്ട് വാ. ദിനു അത് കേൾക്കേണ്ട താമസം ഇനുവും മറിയവും ഓടി. പിന്നാലെ ബാക്കിയുള്ളവരും. എല്ലാവരും റെഡിയായി വന്നതും 2 കാറ് കിടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കാറിൽ കയറിയതും വണ്ടി എടുത്തു അങ്ങ് ഹൈദിയുടെ വില്ലേജിലേക്ക്.